പഴയതിൽ ചേർക്കുന്നുണ്ട്. അതെ അതെ. ചെങ്കദളി എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയ ആരോഗ്യത്തിനായിരുന്നാലും ഈ അരച്ചെടുത്ത ചെങ്കദളിയുടെ പഴം ഇപ്പൊ നമുക്കൊരു പൾപ്പായിട്ട് നമുക്കത് കിട്ടും. പല ജാമും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ബ്രഹ്മി ജാമ് കാണാം. തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ജാം എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു പുളി ഉണ്ടാവും. ഈ പുളിക്ക് വേണ്ടി നിങ്ങൾ എന്താ ഇതിൽ ചേർക്കുന്നത്? ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പനങ്കൽക്കണ്ടാണ്. പഞ്ചസാര ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല. ചെറിയ ചൂടോടുകൂടി നമ്മൾ ചെല്ല് ഗ്ലാസ്സിലാണ് നമ്മളിത് നിറയ്ക്കുന്നത്. F0 വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നേമത്തിനടുത്തായിട്ട് ഇടക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന ആയുർരാജ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓർമ്മയ്ക്കും ബുദ്ധിക്കുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് നമ്മൾ ബിന്ദു ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ 20 വർഷമായി സാർ തുടങ്ങിയിട്ട്. 20 വർഷം ഈ ഒരു മേഖലയിൽ? അതെ അതെ. തുടക്കം നമ്മൾ കുടുംബശ്രീ വഴിയാണ് വന്നത്. ഒരു കുഞ്ഞൊരു റൂമിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മളിത് ഒരു കമ്പനി നല്ലൊരു കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് തന്നെ ചെയ്തു തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർക്ക് മറവി രോഗമാണ്. അതുകൂടാതെ തന്നെ കുട്ടികളും പഠിക്കുന്നതിന് ഇത്തിരി ബാക്കിലോട്ട് വരുന്നുണ്ട്. ടെക്നോളജി വളർന്നു വരുന്ന സമയങ്ങളിൽ എപ്പോഴും മൊബൈലിലും ഇതെല്ലാം കൂടെ അടിയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനത്തിലും ഇത്തിരി വീക്കായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അതെ ബുദ്ധി. അപ്പം അതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജനിച്ചിട്ട് 6 മാസം പ്രായമായ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. എനിക്ക് അറിയേണ്ടതും കാണേണ്ടതും ഇത് എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? നമുക്ക് അത് കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. തീർച്ചയായിട്ടും. നമ്മൾ ബ്രഹ്മിയുടെ 4 പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. അത് ബ്രഹ്മിയുടെ മിക്സ്, ബ്രഹ്മി ജാം, ബ്രഹ്മി സിറപ്പ്, ബ്രഹ്മിയുടെ ഓയിൽ. നമ്മൾ ഇന്ന് എന്താണ് മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രഹ്മിയുടെ ജാം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പല ജാമും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ബ്രഹ്മി ജാം കാണാം. തീർച്ചയായിട്ടും. ഈ ബ്രഹ്മി എന്ന് പറയുന്നതിന് ഓരോരോ വ്യക്തികളുടെ പറമ്പിലും വീട്ടിലും എല്ലാം സ്വന്തമായിട്ട് നട്ട് വളർത്തി അവരിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ബ്രഹ്മിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഫ്രഷ് ആണ്, ജൈവ വളമിട്ട് വളർത്തുന്ന ബ്രഹ്മിയാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്ത് അരച്ച് അതിന്റെ നീരാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഇതിന് നീരാണ് നമുക്ക് ആവശ്യം. അതെ അതെ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പനങ്കൽക്കണ്ടാണ്. ഇതൊരു പനങ്കൽക്കണ്ട നിങ്ങൾ എടുക്കുന്നത്? അതെ. പഞ്ചസാര ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ പനങ്കൽക്കണ്ടിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം അരിച്ച് ഈ ബ്രഹ്മി നീരും പനങ്കൽക്കണ്ട നീരും കൂടെ നമ്മൾ ചൂടാക്കാനായിട്ട് ഇടും. അടുത്തതായിട്ട് നമ്മൾ ചെങ്കദളിയുടെ പഴമാണ് എടുക്കുന്നത്. പഴയതിൽ ചേർക്കുന്നുണ്ട്. അതെ അതെ. ചെങ്കദളി എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയ ആരോഗ്യത്തിനായിരുന്നാലും ശരീര ആരോഗ്യത്തിനായിരുന്നാലും കുട്ടികളുടെ ആരോഗ്യത്തിന് ഏത് പ്രായത്തിലുള്ളവരുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഈ ചെങ്കദളിയുടെ പഴം എന്ന് പറയുന്നത്. ഈ ചൂട് സമയത്തിന് നമുക്ക് ചെങ്കദളി പഴം നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴം തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളതും. ഈ അരച്ചെടുത്ത ചെങ്കദളിയുടെ പഴം ഇപ്പൊ നമുക്കൊരു പൾപ്പായിട്ട് നമുക്കത് കിട്ടും. ഈ പൾപ്പിനെ നമ്മുടെ പനങ്കൽക്കണ്ടിന്റെയും ബ്രഹ്മിയുടെയും നീരിലേക്ക് അത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 100 കിലോയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള അളവിലാണ് ഓരോ കണ്ടന്റുകളും നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മൾ വയമ്പ്, ഇരട്ടിമധുരം ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിനെ പൊടിച്ച് അതിന്റെ പൗഡർ ആക്കിയിട്ട് ഇതിന് അത്യാവശ്യമായിട്ടുള്ള എത്രയാണോ വേണ്ടത് അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജാമിന്റെ പ്രോസസ്സ് നന്നായിട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ജാം എടുക്കുന്ന സമയത്ത് ചെറിയൊരു പുളി ഉണ്ടാവും. ഈ പുളിക്ക് വേണ്ടി നിങ്ങൾ എന്താ ഇതിൽ ചേർക്കുന്നത്? നമ്മൾ ഇതിൽ ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അത് നല്ലതായിട്ടാണ്. സിട്രിക് ആസിഡ് ഒക്കെ നല്ല രീതിയിൽ അതിലുണ്ടാവുമല്ലോ. അപ്പൊ കുട്ടികൾക്കും നല്ലതല്ലേ, നാരങ്ങ വെള്ളം കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ചിറ്റമൃതമുണ്ട്. ചിറ്റമൃതം നമുക്ക് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അതായത് മധുരം ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാലും അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ജാം അവർക്കും കഴിക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ചേർക്കും ഇത് നിൽക്കാൻ വേണ്ടിയിട്ട്? ഒരിക്കലും ഇല്ല. കാരണം ഇത് കൊച്ചു കുട്ടികൾ മുതൽ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇതിൽ ഈ മെഷീനിൽ തന്നെ അതിന്റെ ആ ജലാംശം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടേയിരിക്കും. ജലാംശം വറ്റി അതെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു സമയമുണ്ട്. ചെറിയ ചൂടോടുകൂടി നമ്മൾ ചെല്ല് ഗ്ലാസ്സിലാണ് നമ്മളിത് നിറയ്ക്കുന്നത്. പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു പേടിയോട് കൂടിയിട്ട് ഇത്രയും പാക്കിംഗ് പോലും നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഡക്ട്സ് കഴിക്കുന്ന ആൾക്കാർക്കെങ്കിലും കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ലെവലിലേക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ബ്രഹ്മിയുടെ മിക്സ് ആണ്. നമ്മൾ ജാമാണ് ചെയ്ത് കാണിക്കുന്നതെങ്കിലും അതിന്റെ കണ്ടന്റുകളെല്ലാം തന്നെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ബ്രഹ്മി മിക്സ് എന്ന് പറയുന്നത്. ഇത് പൗഡർ രൂപത്തിലുള്ളതാണ്. ഇതിന് നമ്മൾ മധുരം ചേർത്തിട്ടില്ല. ഇത് ബ്രഹ്മി, വയമ്പ്, ഇരട്ടിമധുരം, ശംഖുപുഷ്പം, ചിറ്റമൃതം, ഞവര ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള പൗഡറാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായിരുന്നാലും മറവി രോഗം ആരംഭത്തിലുള്ള അവർക്കായിരുന്നാലും പ്രധാനമായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് 3 പാക്കറ്റ് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ
ഭാഷയിൽ സംസാരിക്കാനുള്ളൊരു പ്രവണതയും നമുക്ക് ഈ പ്രോഡക്ട്സിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിന് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. ഇതൊരു പൗഡർ രൂപത്തിലാണല്ലോ വരുന്നത്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് തേൻ ചാലിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പാല് കലിക്കോ നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ ഈ പാക്കറ്റിന്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബ്രഹ്മി ജാമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ജാമാണിത്. ഇത് സാധാരണ ജാം മാതിരി തന്നെ നമുക്ക് കഴിക്കാം. അതായത് നല്ല സ്വാദിഷ്ടമായ രീതിയിൽ നമുക്ക് കഴിക്കാം. കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ജാം കഴിക്കുന്നത് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കാം. അടുത്ത നമ്മൾ സിറപ്പിന്റെ രൂപത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിറപ്പായിട്ടും ചെയ്യുന്നുണ്ടോ? സിറപ്പായിട്ട് കഴിക്കാം. ഇതും ഇതേ കണ്ടന്റ് തന്നെയാണ്. അതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പനങ്കൽക്കണ്ടവും പിന്നെ അല്പ ഇഞ്ചിയും അല്പ കുരുമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ കഫക്കെട്ടിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇത് ഓരോ സ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിക്കും ഓർമ്മയ്ക്കും നല്ലതാണ്. കഫം ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറും. അതെ, ചുമ ഉണ്ടെങ്കിലും അത് നന്നായിട്ട് മാറുകയും ചെയ്യും. കുട്ടികൾക്ക് 1 ടീസ്പൂണും മുതിർന്നവർക്ക് 1 ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കാം. ഇത് നമ്മുടെ ബ്രഹ്മിയുടെ ഓയിലാണ്. ഇത് ബ്രഹ്മി ഓയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ സമൂലം ബ്രഹ്മി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് കൽക്കമാക്കി അരിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഈ ബ്രഹ്മിയുടെ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഓയിൽ നമ്മൾ എന്താണ് പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും തലയിൽ തേച്ച് കുളിക്കാനും അതിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ബുദ്ധിക്കും ഓർമ്മയ്ക്കും കണ്ണിനും എല്ലാം വളരെ നല്ലതാണ്. ഇത് നീലാമരിയുടെ ഒരു ഓയിലാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 20 വർഷം മുന്നേ നമ്മൾ തുടങ്ങിയത് ആദ്യം ഒരു ഓയിലാണ്. തുടക്കം ഇതിലായിരുന്നു. അപ്പോൾ ഈ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ നീലാമരി സ്വന്തമായിട്ട് നട്ട് വളർത്തി എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തലമുടി നരച്ചു പോയപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തലമുടി നരച്ചു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരു 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ഒരുപാട് നര വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകാല നര മാറുന്നതിനും ഉള്ളുള്ള നല്ല കറുത്ത മുടി ഉണ്ടാകുന്നതിനും ഏറ്റവും നല്ലതാണിത്. ഇത് നമ്മുടെ അലോവേരയുടെ ഒരു മസാജ് ഓയിലാണ്. അലോവേരയുടെ പൾപ്പാണ് നമ്മളിതിൽ എടുക്കുന്നത്. ആ അലോവേരയുടെ പൾപ്പിൽ മരമഞ്ഞളും ചേർത്തിട്ട് ആട്ടുവെളിച്ചെണ്ണയിൽ തയ്യാറാക്കി ചെയ്യുന്നതാണ് നമ്മുടെ ഈ അലോവേരയുടെ മസാജ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ, ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും ആൺപെൺ വ്യത്യാസമില്ലാതെ ബോഡി മസാജ് ചെയ്ത് നമുക്ക് കുളിച്ച് കയറുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അലോവേരയുടെ ഒരു വെറൈറ്റി ഒരു പ്രോഡക്റ്റാണ് അലോവേരയുടെ ഒരു ജാം എന്ന് പറയുന്നത്. അലോവേര ജാമോ? അതെ, ഇത് നമുക്ക് കദളിപ്പഴവും പനങ്കൽക്കണ്ടവും അലോവേരയുടെ പൾപ്പും ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഇത് നല്ല ആരോഗ്യത്തിനും രോഗപ്രതിരോധത്തിനും ധാരാളം ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയതാണ് അലോവേരയുടെ പൾപ്പ് എന്ന് പറയുന്നത്. അതിൽ തയ്യാറാക്കുന്നതാണ്. ഇത് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ബ്രഹ്മിയുടെ ഹണിയാണ്. ഹണി ബ്രഹ്മിയാണിത്. നമ്മൾ ബ്രഹ്മിയും തേനും ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രോഡക്റ്റാണ്. കുട്ടികൾക്ക് ഇത് ടേസ്റ്റായിട്ട് കഴിക്കാം. നമ്മുടെ പൗഡർ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേനിൽ ചാലിച്ച് തന്നെ നമുക്കത് കൊടുക്കാം. ഇത് പിന്നെ ഒരു പ്രത്യേക ഒരു പൗഡറാണിത്. ഇതൊരു ആടലോടകത്തിൻ്റെ ആടലോടകത്തിൻ്റെ ഒരു കൂട്ടാണ്. ഇത് എത്ര വലിയ ചുമയുണ്ടെങ്കിലും ഒരു 5 ദിവസം നമ്മളിത് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചുമയും കഫക്കെട്ടും കംപ്ലീറ്റ് മാറും. കുരുമുളക്, തിപ്പലി, ചുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കൂട്ടാണ്. ഇത് ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇത് പിന്നെ നമുക്ക് തല തേച്ച് കഴുകാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു താളിപ്പൊടിയാണ്. ഹെയർ വാഷ് പൗഡറാണ്. ഇത് നെല്ലിക്ക, മുത്തങ്ങ, ശീവയ്ക്ക, പയറുപൊടി, ചെമ്പരത്തിയുടെ ഇല, പൂവ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ വാഷ് പൗഡറാണ്. അതുപോലെ ഒരു നാച്ചുറൽ ഫേസ് പാക്കാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ പേർക്കും ഇത് ഉപയോഗിക്കാം. ഇത് കസ്തൂരി മഞ്ഞൾ, നിലപ്പന, മുത്താറി, മുൾട്ടാനി മിട്ടി, റെഡ് സാൻഡൽ, പീ പൗഡർ തുടങ്ങി കണ്ടന്റുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു നെല്ലിക്ക കാന്താരിയുടെ ജ്യൂസാണ്. നെല്ലിക്ക അത് കുഞ്ഞു നാടൻ നെല്ലിക്ക നമ്മൾ പച്ചയ്ക്ക് തന്നെ അരച്ച് അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 30 മില്ലി നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചാലിച്ച് നമുക്ക് ജ്യൂസാക്കി കഴിക്കാം. നമുക്ക് 2 സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് കൈപ്പേറിയ ബ്രഹ്മിയിൽ നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു അവാർഡാണത്. നമുക്കിപ്പോൾ തന്നെ 15-ൽ കൂടുതൽ പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റാണ് രാമച്ചത്തിന്റെ പില്ലോ എന്ന് പറയുന്നത്. രാമച്ചം, കച്ചോലം, അയമോദകം, പച്ചക്കർപ്പൂരം, പിന്നെ ടോർമാലിൻ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. ഈ ടോർമാലിൻ എന്ന് പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലും ശരീരത്തിനും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ്. ഒരു വീട്ടിലൊരു രാമച്ച പില്ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി ഒരുപാട് നമുക്കത് കിട്ടുകയും ചെയ്യും. നമുക്ക് തലവേദനയോ സ്ട്രെസ്സോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തലവെച്ച് കിടക്കാനും നല്ലതാണ്. നമുക്ക് 2 സൈസ് പില്ലോണുള്ളത്. രാമച്ചത്തിന് ബെഡ് പില്ലോയും ഉണ്ട്, കാർ പില്ലോയും ഉണ്ട്. രണ്ടും നമുക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? എവിടെ വരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്?
നമ്മൾ ഇതുവരെ നമ്മൾ കേരളത്തിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വരെ നമ്മളെ ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ വരെ പോകാൻ അതെ, തുടങ്ങി. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. Okay. അപ്പൊ നമുക്ക് എവിടെയാണോ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മളെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഷോപ്പ് വഴിയാണ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി അവരവരുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.ayuraj.in എന്നുള്ള ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഡക്ട്സുകളും നമുക്കതിൽ കാണാനും പറ്റും, നമുക്ക് പർച്ചേസും ചെയ്യാം. അതിൽ നമുക്ക് എന്ത് വേണോ നമുക്കതിൽ ഓർഡർ ചെയ്യാനും സാധിക്കും. പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട്, കാരണം അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾ റെഡിയാണോ? തീർച്ചയായിട്ടും എത്ര പേർക്ക് വേണോ എത്ര പ്രോഡക്റ്റ് വേണോ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആർക്ക് എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ഡോക്ടറെ വിളിക്കാം. ഓൺലൈൻ വഴി തന്നെയായിരിക്കും മരുന്നുകൾ നിർദ്ദേശിക്കുന്നതും ആ മരുന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതെ അതെ. ഇനി എന്തായാലും ജാം എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുകയാണ്. ഇതേപോലെ ഒരു സ്പൂണിൽ ഇത് എത്ര നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമുക്ക് 1 ടേബിൾ സ്പൂൺ കഴിക്കാം. ഇതൊരു ടീസ്പൂൺ നമുക്ക് എടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. ഓക്കെ, ജസ്റ്റ് എടുത്തിട്ട് അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ് ആണ് സാർ. ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കും. അതെ, സാധാരണ നമ്മൾ ജാം കഴിക്കുന്നുണ്ടല്ലോ, ആ ജാമിന്റെ അതേ ടേസ്റ്റ് വേറെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റും ഇതിൽ വരുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഓർമ്മക്കുറവുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ബുദ്ധി വികാസത്തിനൊക്കെ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ ബിന്ദു ചേച്ചി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് കൂടുതലായിട്ടുള്ള വിശേഷം, കാരണം കുറേ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒക്കെ ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് വിൽക്കാനുള്ള ആഗ്രഹമുള്ള പലരും ഉണ്ട് അല്ലേ, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും, അതേപോലെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അതൊരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ്, നമ്മൾ വേറെ എവിടെയും കാണാത്ത ടൈപ്പ്, ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മുടെ മുന്നിൽ വിശാലമായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും അറിയാം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.